ഷാഫി പറമ്പിലിനെ പോലീസ് തല്ലി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം കോൺഗ്രസ് നടത്തുകയാണ്. കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ IG ഓഫീസിലേക്ക് തള്ളിക്കയറാനും ശ്രമിച്ചു. UDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ്. 3 മണിക്ക് മഹാജനസംഗമം UDFന്റെ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമല സ്വർണ്ണമോഷണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഷാഫിക്കെതിരായ ആക്രമണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ റൂറൽ SP ബൈജു ഉൾപ്പെടെയുള്ള പോലീസുകാരെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം. സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒരു MPക്കെതിരെ ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക, എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. 3 മണിക്കൂറാണ് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. അപ്പം അതൊന്നും കണക്കിൽപ്പെടാതെ പോകുന്ന കാര്യമായിരിക്കില്ല എന്ന് ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഇത്തരം ചെയ്തു ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാം മനസ്സിലാക്കും. യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത്. ഇന്നിപ്പോൾ ഷാഫി ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ICUവിലാണ്. മാത്രമല്ല, ശ്വാസം വിടാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയാണ്. ഒരു ജനപ്രതിനിധി എത്രയേറെ ക്രൂരമായി തല്ലുകയും CPMന് പ്രൊട്ടക്ഷൻ നൽകുകയും UDF യോഗത്തിനെ കലക്കാൻ നോക്കുകയും ചെയ്ത പോലീസ് ഇതിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വരുത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും UDFും ഇതിനെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് തുടർ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. അതുകൊണ്ട് MPയോട് ചെയ്ത ഒരു MPക്ക് പോലെ ഈ സംസ്ഥാനത്ത് രക്ഷയില്ല എന്നുള്ള ഒരവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. CPMന് എന്തും ചെയ്യാം. അവർ ചെയ്യുന്ന ഏത് വൃത്തികേടിനും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കോൺഗ്രസോ UDFോ ഒരു പ്രതിഷേധം പോലും നടത്തിക്കൂടാ. അത് MP ആണെങ്കിലും MLA ആണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ എന്നതാണ് ഇന്ന് കേരളത്തിന്റെ ഒരു സ്ഥിതിവിശേഷം. പക്ഷേ UDF ഇത് വളരെ ഗൗരവത്തിൽ കാണും. ശക്തമായുള്ള സമരത്തിന് നേതൃത്വം നൽകും. കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോരയൊലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം. ശബരിമലയിൽ അയ്യപ്പൻ്റെ ഒന്നുകട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെൻറ്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. മുൻ KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KM അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക. പ്രവർത്തകരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ റൂറൽ SP ഉണ്ട്, ഒരു മിസ്റ്റർ ബൈജു. അയാൾക്ക് ഈ ഗവൺമെൻറ് IPS കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ
മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാരിതോഷികമായിട്ടാണ്. ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ക്രിമിനലാണ്. ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത്? അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല. ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അയാളത് പറഞ്ഞത്? ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ വിഷ്വലുകൾ, ഫൂട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ. അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശ്രീ ബൈജുവിനോട് പറയാനുള്ളത്, ബൈജു റൂറൽ SP യുടെ പണി ചെയ്താൽ മതി. CPM ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ CPM ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളും. അതല്ല, ശ്രീ ബൈജുവും CPM ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ CPM നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് IPS കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിൻ്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരണം. അനീഷ്, ഇന്നലെ പോലീസിന്റെ വാദം അത് ലാത്തി കൊണ്ട് അടിച്ചതല്ല എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഷാഫിയുടെ മൂക്കിനടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഇത് മനഃപൂർവ്വമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? രഞ്ജിത്ത്, നേരത്തെ പോലീസ് വ്യക്തമാക്കിയത് ലാത്തി പ്രയോഗം ഷാഫി പറമ്പിനെതിരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. രണ്ട് പ്രവർത്തകരും രണ്ട് ഭാഗത്ത് സംഘടിച്ച് നിൽക്കുന്ന സാഹചര്യം. ഒരു വശത്ത് UDF പ്രവർത്തകർ, മറുവശത്ത് LDF പ്രവർത്തകർ. LDF പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകരുത്, നിങ്ങളുടെ പ്രകടനം ഇവിടെ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം UDF പ്രവർത്തകർക്ക് നൽകുന്നു. ഇതേ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ആദ്യം 2-3 തവണ വാക്കുതർക്കവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. ഇതിനുശേഷം ഗ്രനേഡ് പ്രയോഗിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഷാഫി പറമ്പിൽ MP സ്ഥലത്തേക്ക് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നുണ്ട്. ആ സമയത്തും പ്രവർത്തകരും പോലീസും തമ്മിൽ പലതവണ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഷാഫി പറമ്പിലും മറ്റ് നേതാക്കളും നിന്നത്. പ്രവർത്തകരെ ഒരു വശത്തേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിന്നത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പോലീസ് വളരെ പെട്ടെന്ന് തിക്കിത്തിരക്കി ഏതാനും പ്രവർത്തകർ അവിടെ നിന്നും കല്ലെറിഞ്ഞപ്പോൾ ഈ ആക്ഷനുമായി മുന്നോട്ട് വരികയും ഷാഫി പറമ്പിൽ അടക്കമുള്ളവരെ മുൻനിരയിൽ നിന്ന് ആളുകളെ മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കൃത്യമായി ഷാഫി പറമ്പിലിന്റെ തലയിൽ ലാത്തി കൊള്ളുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാണ്. എന്തായാലും അതിൽ നിന്നാണ് ആ മുറിവ്, മൂക്കിനുള്ള പരിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാര്യമായ പരിക്ക് തന്നെ മൂക്കിന് പറ്റിയിട്ടുണ്ട്. 3 ഭാഗത്ത് പൊട്ടലുണ്ട് എന്നാണ് ഇന്നലെ പരിശോധനയിൽ വ്യക്തമാക്കിയത്. അതിനുശേഷം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കുകയും ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയും ചെയ്യുന്നു. ഏതാണ്ട് 5 മണിക്കൂറോളം മൂക്കുവഴി ശ്വാസം വിടരുതെന്ന നിർദ്ദേശം ഡോക്ടർമാർ നൽകിയെന്നാണ് നേരത്തെ DCC പ്രസിഡന്റ് നമ്മളോട് പറയുകയും ചെയ്തത്. എന്തായാലും മൂക്കിന് ഗൗരവമുള്ള പരുക്കാണ്. ചുരുങ്ങിയത് 5 ദിവസമെങ്കിലും വിശ്രമം വേണ്ടിവരും. ആശുപത്രിയിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ പോലീസ് പറഞ്ഞ മുഴുവൻ വാദമുഖങ്ങളും പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ദൃശ്യങ്ങളടക്കം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. നേരത്തെ ഈ ദൃശ്യങ്ങൾ വരുന്നതിന് മുമ്പ് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും മറ്റുമൊക്കെ ഇടത് ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഷാഫിക്കെതിരെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ വാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് ഷാഫിക്ക് കൃത്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലെത്തി നിരവധി നേതാക്കളാണ് ഷാഫി പറമ്പിലിനെ സന്ദർശിക്കുന്നത്. രാവിലെ IG ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഒരു മാർച്ച്, ഒരു പ്രതിഷേധ സംഗമം നടത്തിയിരുന്നു. ഇതിനുശേഷം ഏറ്റവും പ്രധാന പരിപാടിയായി ഇന്ന് സംഘടിപ്പിക്കുന്നത് 3 മണിക്ക് പേരാമ്പ്രയിൽ നടക്കുന്ന മഹാസംഗമം തന്നെയാണ്. UDFന്റെ വലിയ തോതിലുള്ളൊരു പ്രവർത്തക പ്രവാഹം അവിടേക്കുണ്ടാവും. എന്തായാലും വലിയ പോലീസ് സന്നാഹവും അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഒരു പക്ഷേ സംഘർഷ സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നേരത്തെ കോഴിക്കോട് നഗരത്തിൽ മാർച്ച് നടത്തിയപ്പോൾ അത് IG ഓഫീസിലേക്കായിരുന്നു. സിറ്റി ലിമിറ്റിലുള്ള പോലീസുകാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷേ ഈ റൂറലിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പേരാമ്പ്രയിലേക്ക് പോകുമ്പോൾ ഈ നേരത്തെ നേതാക്കളടക്കം ആരോപണം ഉന്നയിച്ച റൂറൽ SP ബൈജു അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. DYSP ഹരിപ്രസാദ് അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ഉണ്ടാവും. കൂടുതൽ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹമാണ് ഇതിനകം തന്നെ പേരാമ്പ്രയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. അവരുടെ MP-യാണ് മർദ്ദിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണ്ണ മോഷണം ശബരിമലയിലെ, അത് മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം.
ഷാഫി പറമ്പിലിനെ പോലീസ് ബോധപൂർവ്വം ആക്രമിക്കുകയായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല. ഒരിക്കലും നീതീകരിക്കാനാവില്ലെന്നും ഷാഫി പറമ്പിലിനെതിരെ നിരന്തര ആക്രമണം നടക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ രാത്രി തന്നെ ഈ വിവരം പറഞ്ഞ് അവരോട് ഞാൻ DCC പ്രസിഡന്റ് അടക്കമുള്ളവരോട് സംസാരിച്ചു. 2 ജാഥകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? പോലീസല്ലേ. സാധാരണഗതിയിൽ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് 2 ജാഥകളെ ഒരേ റൂട്ടിലൂടെ വിടാൻ എങ്ങനെ പോലീസ് തയ്യാറായി? തന്നെയുമല്ല, അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെ മർദ്ദനം വെക്കുന്നു? ഷാഫി പറമ്പിലിനെ പോലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായ MP ആയ ഒരു യുവ നേതാവിനെ ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിന് ഓപ്പറേഷൻ നടത്തി ആശുപത്രി കഴിയുകയാണ്. ഇതാരാണ് ഈ ഉത്തരവാദി? ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാകണം, തക്കതായ ശിക്ഷ കൊടുക്കണം. എന്നിട്ട് പറയാണ് ഒരു ലാത്തി ചാർജ് ഉണ്ടായി. പിന്നെ എങ്ങനെയാണ് പരിക്കുണ്ടായത്? മൂക്കിൽ നിന്ന് എങ്ങനെ ചോര വന്നു? എന്താ MP-യെ കണ്ട അറിയത്തില്ലേ അവർക്ക്, പോലീസുകാർക്ക്? അവൻ നിരന്തരമായി ഷാഫി പറമ്പലിനെ വേട്ടയാടാൻ ശ്രമം നടക്കുകയാണ്. അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കും. ഷാഫി പറമ്പലിനെ പോലീസ് അടിച്ചത് ആസൂത്രിതമായെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. സ്വർണ്ണ വിഷയം ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം നടപടികളെന്നും അനിൽകുമാർ ആരോപിച്ചു. ഇന്ന് കേരളം മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശബരിമലയിലെ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ എല്ലാവരും, CPM-ൽ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ഒരു കാര്യം നടന്നതിൽ വലിയ ഗവൺമെന്റ് പ്രതിഷേധത്തിലാണ്. പൊതുസമൂഹം പ്രതിഷേധിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്രാവശ്യം ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസിനെയാണ്. മറ്റേ എന്ത് ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഗവർണർ ഇറങ്ങും, ഗവർണർ എന്തെങ്കിലും വിവാദങ്ങളായിട്ട് ഇറങ്ങും, ഗവർണർ CPM സംഘർഷമാവും. അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറകോട്ട് പോകും. പക്ഷെ ഇപ്രാവശ്യം പോലീസിനെ തന്നെ ഇറക്കി വിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസ് സ്പോൺസേഡ്, ഗവൺമെന്റ് സ്പോൺസേഡ് അക്രമമാണ് ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പലിനെതിരെ നടന്നത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസിനും ഗവൺമെന്റിനും മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. ജനപ്രതിനിധികൾക്ക്, പാർലമെന്റ് അംഗങ്ങൾക്ക്, നിയമസഭാ അംഗങ്ങൾക്ക്, അത് ഏത് ജനപ്രതിയായാലും അവർക്ക് സ്വതന്ത്രമായ പ്രതിഷേധം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവണം. അവിടെ യഥാർത്ഥത്തിൽ അത്തരമൊരു സംഘർഷം അവിടെ ഉണ്ടാക്കിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസിനും ഗവൺമെന്റിനുമാണ്. സംശയം വേണ്ട. കാരണം 50ഓളം CPM-കാർ അപ്പുറത്തുണ്ടായിരുന്നു. അവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് UDF-കാർക്ക് നേരെയാണ് പോലീസ് തിരിഞ്ഞത് എന്നുള്ളതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത്. ഷാഫി പറമ്പലിനെതിരായ പോലീസ് നടപടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ തൃശൂരും എറണാകുളത്തും പ്രതിഷേധം. രാവിലെ തൃശൂർ രാമനിലയത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ചെയ്യണ്ടേ? ചായ കുടിക്കാവുന്ന ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. എറണാകുളം മട്ടാഞ്ചേരിയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന വേദിക്ക് സമീപം ദേഹത്ത് കരിയോയിൽ ഒഴിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കോട്ടുകൊച്ചി കമാലക്കടവിൽ പ്രതിഷേധിച്ച 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ നേരത്തെ
ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം ഉണ്ടാക്കിയ ക്ഷീണം മാറ്റാനുള്ള ശ്രമത്തിലാണ് ഷാഫി പറമ്പിലെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. സതീശൻ കഞ്ഞിക്കുഴി ഷോയാണ് ഷാഫിയുടേത്. പേരാമ്പ്രയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ആക്രമിച്ചപ്പോൾ LDF പ്രതിഷേധിച്ചു. മുൻകൂട്ടി പ്രഖ്യാപിച്ച ആ പ്രതിഷേധം തടസ്സപ്പെടുത്താൻ ഷാഫി പറമ്പിലും സംഘവും ഷോയുമായി ഇറങ്ങുകയായിരുന്നുവെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജും പ്രസിഡന്റ് വസീഫും ആരോപിക്കുന്നത്. ഇപ്പൊ ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക. ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ്. ഷാഫി ഇതിന് മുന്നേയും ഒരുപാട് ഷോ കാണിച്ച ആളാണല്ലോ, നമുക്കറിയാലോ. ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് UDF കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം മറികടക്കാം എന്നാണ്. അതിൽ നിന്നും അങ്ങനെ എളുപ്പത്തിൽ മറികടന്നു പോവാൻ UDFന് കഴിയില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഉറപ്പെടുന്നത്. പോലീസിനെതിരെ അസഭ്യവർഷവുമായി കോൺഗ്രസ് നേതാവ്. ഷാഫി പറമ്പലിനെതിരായ പോലീസ് നടപടിക്കെതിരെ പൊന്നാനിയിൽ നടന്ന പ്രതിഷേധത്തിലാണ് മലപ്പുറം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് NA ജോസഫിന്റെ അസഭ്യവർഷം. നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനെയാണ് ഈ തെമ്മാടിക്കൂട്ടം, ഈ മകൻ പോലീസ് ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളം കത്തിക്കുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഷാഫി പറമ്പിൽ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു രോമം തൊട്ടാൽ കേരളം കത്തിക്കുമെന്ന് മാത്രമല്ല പിണറായി വിജയൻ അതുപോലെയുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരെ ആരൊക്കെ കൈ ഉയർത്തിയാലും ഈ ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഈ ഷാഫി പറമ്പിലിനെ തൊട്ടു നോക്കിയാൽ കേരളം കത്തിക്കുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ വൈകാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കും. ഇവരെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് വൈകാതെ സംഘം കടക്കും. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിൽ 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും, അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ കൂടിയായ ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ഈ കേസിന്റെ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ അന്വേഷണം ഏത് ദിശയിലായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാകുക. അതോടൊപ്പം ഏത് കേസിൽ ആദ്യം അന്വേഷണം തുടങ്ങണം, FIR രജിസ്റ്റർ ചെയ്യേണ്ടത് ഏത് കേസിലായിരിക്കണം തുടക്കത്തിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമായി പഠിച്ചതിന് ശേഷമായിരിക്കും ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക എന്നതാണ് അറിയാൻ കഴിയുന്ന വിവരം. പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളി തട്ടിയെടുക്കുന്നതിന് ഒത്താശ ചെയ്ത് നൽകിയത് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്ന കണ്ടെത്തലിലേക്കായിരുന്നു ദേവസ്വം വിജിലൻസ് എത്തിയത്. ആ ദിശയിലേക്ക് തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുക. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണമുണ്ടാകും. അതോടൊപ്പം ഈ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 9 പേരെ കൂടി കേസിൽ പ്രതി ചേർക്കാനുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ ഏതു വിധത്തിലാണ് ഈ സ്വർണം അവിടുന്ന് തട്ടിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്ത് നൽകിയത്, അതിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും ഈ സമ്മർദ്ദത്തിന് വഴങ്ങി, സ്വാധീനത്തിന് വഴങ്ങി അങ്ങനെ സഹായം വഴിവിട്ട് ചെയ്തു നൽകുകയായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എടുത്തു പറയേണ്ടുന്ന കാര്യം 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നിന്ന് തട്ടിയെടുക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കാനിടയായ സാഹചര്യം, ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഉത്തരം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ കടക്കും. ആ തുടക്കത്തിലുള്ള അടിയന്തര നടപടിയുടെ ഭാഗമായി ഉടൻ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം യോഗം ചേർന്നതിന് ശേഷമായിരിക്കും അന്വേഷണത്തിന്റെ ദിശ നിർണ്ണയിക്കുക. സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിനിടെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക പാളികളും സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും തുറന്നുള്ള പരിശോധന തുടരുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും പരിശോധന നടത്തിയ ശേഷമാകും കോടതിയിൽ റിപ്പോർട്ട് നൽകുക. തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ജസ്റ്റിസ് KT ശങ്കരന് ഒപ്പമുണ്ട്.
സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ സന്നിധാനത്ത് തുടരുകയാണ്. കോടതി നിർദ്ദേശിച്ചനുസരിച്ച് ജസ്റ്റിസ് KT ശങ്കർ നേതൃത്വത്തിലാണ് പരിശോധനകൾ തുടരുന്നത്. സന്നിധാനത്തെ സ്ട്രോങ് റൂം തുറന്നാണ് ഈ രേഖകൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ വിവാദമായ കേസായതുകൊണ്ട് തന്നെ നിർണായകമായ പരിശോധനയാണ്, കോടതിയുടെ നിരീക്ഷണത്തോടു കൂടിയുള്ള പരിശോധനയാണ് സന്നിധാനത്ത് നടക്കുന്നത്. ഇന്നലെയാണ് ജസ്റ്റിസ് KT ശങ്കരൻ പമ്പയിലെത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ സന്നിധാനത്തെത്തുകയും ദേവസ്വം കമ്മീഷണർ അടക്കമുള്ള തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് പരിശോധനകൾ തുടരുന്നത്. എല്ലാ രേഖകളും പരിശോധിക്കും. സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ, ദേവന് ലഭിച്ച സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ, സ്വത്തുവകകൾ, ഇതെല്ലാം രേഖകൾ പരിശോധിക്കും. എന്തായാലും ഓണത്തിന് മുമ്പ് കൊണ്ടുപോയി ഓണത്തിന് ശേഷം ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടുവന്ന ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളും ഈ പരിശോധിക്കും. അത്തരത്തിൽ ഇതെല്ലാം ഇന്നും നാളെയുമായി 2 ദിവസം സന്നിധാനത്ത് പരിശോധന തുടരും. അതിനുശേഷം ആറന്മുളയിൽ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലും പരിശോധന ഉണ്ടായിരിക്കും. അവിടെയും പരിശോധന നടത്തും. എന്തായാലും കൃത്യമായ ഒരു കണക്ക് ഇത് സംബന്ധിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ ഈ പരിശോധനയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ചില ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന രീതിയിലാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൽ കുറവ് കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണത്തെ തുടർന്ന് ഇപ്പോൾ പരിശോധന ജസ്റ്റിസ് KT ശങ്കർ നേതൃത്വത്തിൽ സന്നിധാനത്ത് നടക്കുന്നത്. പരിശോധന പുരോഗമിച്ചു വരികയാണ്. എന്തായാലും ഇന്നും നാളെയും സന്നിധാനത്തിൽ പരിശോധന. നാളെ ആറന്മുളയിൽ സ്ട്രോങ് റൂം പരിശോധിച്ച് അവിടെയും എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്നുള്ള കാര്യം കൂടി രേഖകളെല്ലാം പരിശോധിക്കും. ഇതുവരെ ശബരിമലയിൽ ലഭിച്ചിട്ടുള്ള, ദേവന് ലഭിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ, സ്വത്തുക്കൾ, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ഭക്തർ സമർപ്പിച്ചിട്ടുള്ള, വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രേഖകളിൽ സൂക്ഷിക്കേണ്ടതാണ്. ആ രേഖകളെല്ലാമാണ് കൃത്യമായി പരിശോധിക്കുന്നത്. വീഴ്ച ഉണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകും. എന്തായാലും ജീവനക്കാർക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ ഈ നടപടി ഉണ്ടാകട്ടെ എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന കാര്യം കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കാലാകാലങ്ങളിൽ വന്ന എല്ലാ ബോർഡുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി മുരാരി ബാബുവിൽ മാത്രം ഒതുങ്ങില്ല. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ അനധികൃത കരിപ്രസാദം പരിശോധനയ്ക്ക് അയച്ചു. അതിനിടെ വീണ്ടും കരിപ്രസാദം നിർമ്മാണം കണ്ടെത്തി. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് ഓഫീസിന് മുകളിൽ നിന്നാണ് കവറുകളിൽ കറുത്ത പൊടിയും ചാലിച്ച കരിയും പ്രസാദവും കണ്ടെത്തിയത്. നല്ല തന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഇത്ര അശുദ്ധിയായ വിഗ്രഹങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സംവിധാനം, അതിന് ബദൽ സംവിധാനം, ആ അശുദ്ധി മാറാൻ എന്താണ് ചെയ്യേണ്ടത്? പൂജ ചെയ്യേണ്ട വഴിപാട് എന്താണ് ചെയ്യേണ്ടത്? അറിവുള്ള ഹിന്ദു ഐക്യതയുടെ മാധ്യമങ്ങളെല്ലാം പറയണം. മാധ്യമങ്ങൾ കൊണ്ടുപോയി കിട്ടിയ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ സമീപത്തുള്ള ഒരു വാടക വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള പ്രസാദങ്ങൾ നിർമ്മിച്ച് നൽകുന്നതായിട്ടുള്ള കണ്ടെത്തലുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇതിൽ തുടർന്ന് വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു ഉണ്ടായത്. ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ BJP പ്രവർത്തകരടങ്ങും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ അത്തരത്തിലുള്ള ഒരു സംഭവം കണ്ടെത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് തന്നെ ശാന്തിക്കാർ താമസിക്കുന്ന ഒരു മഠമുണ്ട്. ഈ മഠത്തിന് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ള പ്രസാദങ്ങൾ നിർമ്മിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. കരി കലർത്തിയ പാത്രം, അതുപോലെ തന്നെ ഈ ചന്ദനം, അതുപോലെ തന്നെ ഈ പ്രസാദങ്ങളെല്ലാം തന്നെ കൊടുക്കുവാനായിട്ട് തയ്യാർ ചെയ്ത് വെച്ചാക്കുന്ന തരത്തിലുള്ള വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് വീണ്ടും അത്തരത്തിലുള്ള ഈ പ്രസാദങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് ഭക്ത്യാദരപൂർവ്വം ഭക്തർക്ക് നൽകി വന്നിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവത്തിൽ ദേവസ്വം ബോർഡ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുമായി ചർച്ച നടത്തുന്നുണ്ട്. നടപടിയാണ് ആവശ്യപ്പെടുന്നത്. മേൽശാന്തി അടക്കം ഇതിൽ പങ്കുണ്ട് എന്നാണ് BJP പ്രവർത്തകർ അടക്കം ആരോപിക്കുന്നത്. നിലവിൽ നിരവധി ആരോപണങ്ങൾ മുൻപും ഈ ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യം നിലനിൽക്കുന്നു.
കഴിഞ്ഞ ദിവസം ഈ കരിപ്രസാദത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ കരിപ്രസാദത്തിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ്, അതായത് വിജിലൻസ് അന്വേഷണം വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നും സമാനമായ രീതിയിൽ ഈ കെമിക്കലുകൾ ചാലിച്ചുള്ള പ്രസാദം നിർമ്മിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടൊരു നടപടിയാണ് ഇപ്പോൾ BJP അടക്കം ആവശ്യപ്പെടുന്നത്. ഹിന്ദു സംഘടനകളടക്കം ഇവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് നിൽക്കുന്നു. കൃത്യമായിട്ടുള്ളൊരു അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ കാണാതായ സ്വർണം ഇനിയും വീണ്ടെടുക്കാനായിട്ടില്ല. ദേവസ്വം ഓഡിറ്റിൽ സ്വർണ്ണാഭരണം മോഷണം പോയതായി റിപ്പോർട്ടുണ്ടെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ക്ഷേത്രങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന ആവശ്യവുമായി BJP രംഗത്ത് വന്നു. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നിന്ന് 13 വർഷം മുൻപ് കാണാതായ സ്വർണം ഇനിയും വീണ്ടെടുക്കാനായിട്ടില്ല. ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ച സ്വർണമാണ് കാണാതായത്. ആഭരണം ലഭിച്ചതായി ദേവസ്വം രജിസ്റ്ററിലുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറും മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന TM സത്യനാരായണന് നേരെയാണ് ഗുരുതര ആരോപണമുയരുന്നത്. 14.670 ഗ്രാം സ്വർണം കാണാനില്ലെന്ന് 2011-12 സംസ്ഥാന ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇടത് യൂണിയൻ അംഗമായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലത്ത് സംഭവം നടന്നതിനാലാണ് നടപടി ഉണ്ടാകാത്തതെന്നും ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്നും BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ആരോപിച്ചു. ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ മാത്രമാണ്. ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ദേവസ്വം വിങ്ങിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇത് പുറത്തു വന്നിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ മലബാർ ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ ഫണ്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വിടാൻ, പരസ്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് ഭക്തജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം കാത്തുസൂക്ഷിക്കാനും അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഭരണം സുതാര്യത വരുത്താനും ഈ കട്ട് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കാനും ഇത് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. സ്വർണത്തിന്റെ വിപണി വില സത്യനാരായണൻ അടയ്ക്കണമെന്നായിരുന്നു ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം. ഇതിനിടെ ക്ഷേത്രത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ മറ്റു ക്ഷേത്രങ്ങളിലും അഴിമതി നടത്തിയതായ ആരോപണത്തിൽ മലബാർ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ലൈഫ് മിഷൻ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചവരിൽ മുഖ്യമന്ത്രിയുടെ മകനും 2021 ഫെബ്രുവരി 14 ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിവേക് കിരണിന് ED നോട്ടീസ് അയച്ചതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ക്ലിഫ് ഹൗസ് വിലാസത്തിലായിരുന്നു സമൻസ്. എന്നാൽ വിവേക് EDക്ക് മുന്നിൽ ഹാജരായില്ലെന്ന് മാത്രമല്ല, അന്വേഷണവും മുന്നോട്ട് പോയില്ല. വാർത്ത പുറത്തു വന്നതോടെ CPM BJP ഡീൽ ആരോപണം വീണ്ടും ആയുധമാക്കുകയാണ് കോൺഗ്രസ്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് തൊട്ടു പിന്നാലെയാണ് ലൈഫ് മിഷൻ അഴിമതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയത്. ലൈഫ് മിഷൻ വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണമാണ് അന്ന് ഉയർന്നു വന്നത്. പിന്നീട് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം വീണ്ടും ഈ കേസ് തലപൊക്കി. അതിനുശേഷമാണ് 2023 മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തത്. M. ശിവശങ്കർ ചോദ്യം ചെയ്യലിന് ഹാജരായ M. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത അതേ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ, കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. വിവേക് കിരൺ, സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് ദുബായിൽ ജോലി ചെയ്യുന്ന വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചത്. പക്ഷേ വിവേക് ഹാജരായില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ആ നോട്ടീസിൽ തുടർ നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നോട്ടീസ് നൽകിയിട്ടും അത് തുടർ നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകാത്തത്? എവിടെയാണ് ഈ അന്വേഷണം നിലച്ചത്? എന്താണ് അതിന് കാരണമെന്ന ചോദ്യമാണിപ്പോൾ ഈ നോട്ടീസിന്റെ വാർത്ത പുറത്തു വന്ന ശേഷം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും BJP നേതൃത്വവുമായി കേന്ദ്ര ഏജൻസികളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, അവിശുദ്ധ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പല ഘട്ടത്തിലും സ്വർണ്ണക്കടത്ത് കേസിലാകട്ടെ ലൈഫ് മിഷൻ കേസിലാകട്ടെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന സൂചനകൾ വന്നിട്ടും അവിടേക്ക് എത്താത്തത്. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വരെ, അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് വരെ ED അന്വേഷണം എത്തിയിരുന്നു. പക്ഷേ അത് എങ്ങോട്ടും പോയില്ല, പാതി വഴിയിൽ നിലച്ചു. അതെന്തുകൊണ്ടെന്ന ചോദ്യവും വിമർശനവും വീണ്ടും കോൺഗ്രസ് ഉന്നയിക്കുകയാണ്.
ഇതേ കാലയളവിൽ മറ്റ് ഷിബു സോറനും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ള BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് അറസ്റ്റും ജയിലിലും പോകേണ്ടി വന്നു. എന്തുകൊണ്ട് പിണറായി വിജയനിലേക്ക് എത്തിയില്ല എന്നതിൻ്റെ മറുപടിയായി കോൺഗ്രസ് പറയുന്നത് ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ്. ഏതായാലും ഈ നോട്ടീസിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അത്തരം ആരോപണങ്ങൾ കോൺഗ്രസ് സജീവമായി തന്നെ മുഖ്യമന്ത്രിക്കും BJPക്കുമെതിരെ ഉന്നയിക്കുകയാണ്. CPMന്റെ ഭാഗത്ത് ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരണം വന്നിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യത്തിൽ തുടർ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചു. ഒരു പത്രവാർത്തയാണ്. 2023 ഫെബ്രുവരി മാസത്തിൽ. ആ നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ? ഇതേ കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ച കാലത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ ഹേമന്ത് സോറനെ അന്ന് ED അറസ്റ്റ് ചെയ്യുന്നത്. 2024 പാർലമെന്റ് ഇലക്ഷൻ സമയത്താണ് കേജ്രിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണ്. ഇതേ സഖ്യത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി എന്നുള്ള വെപ്പ്. ഇന്ത്യ സഖ്യം ഇറക്കിയ മുഖ്യമന്ത്രിയാണ് ലിസ്റ്റിൽ പിണറായിന്റെ പേരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാണ്, NDAയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ മൊത്തം ദുരൂഹതയാണ് ഇവിടെ. ഇതിനൊക്കെ തക്ക ശിക്ഷ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നു. ഇതിപ്പോൾ 2025 നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു പോലും അത് അറിഞ്ഞിട്ടില്ല. എത്ര രഹസ്യമായിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിന് ഒരു നോട്ടീസ് അയച്ചാൽ ED തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും. പിന്നെ ചോദ്യം ചെയ്യലായി, അറസ്റ്റ് ചെയ്യലായി, കേസൊന്നും ഉണ്ടാവണ്ട. ഇപ്പൊ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. 6-7 ദിവസം നീണ്ടുന്ന ചോദ്യം ചെയ്യലാണ് എല്ലാവർക്കും. ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ, ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ED ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും. ചോദ്യം ചെയ്യലുണ്ടാകും. ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യലുണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദ്യം ചെയ്യലുണ്ടായോ? ഇതിന് സമാധാനം പറയേണ്ടത് ED ആണ്. ഈ കേസ് തീർത്തോ? അതല്ല, നടക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരായില്ല? വിളിച്ചില്ലേ? ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ. രണ്ടാമത്തെ കാര്യം, ഇതിന് വാദത്തിന് വേണ്ടി ഇപ്പൊ CPMക്കാർ വരും, പതിവ് പലവയായിട്ട് വരും. ഇതൊന്നുമില്ല, നല്ല ED രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന വേട്ടയാടലാണ്. അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ CPMോ മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടുന്നു, നോട്ടീസ് അയച്ചിരിക്കുകയാണ്, ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞ് അവർ മുന്നോട്ട് വന്നില്ല? ED ചെയ്തതുപോലെ തന്നെ ഇത് രഹസ്യമായി വെക്കണമെന്ന് CPMന് നിർബന്ധമുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവര് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം ഉണ്ടാകണ്ടേ? പ്രചരണത്തിൽ ഒട്ടും മോശക്കാരല്ലല്ലോ CPM. ഇതെന്തുകൊണ്ട് അവരും പൂഴ്ത്തിവെച്ചു? മറ്റു വാർത്തകളിലേക്ക് പോകാം. വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ 2 ടെർമിനലുകളും. കൊച്ചി നഗരത്തിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് 20 മിനിറ്റ് കൊണ്ടെത്താൻ കഴിയും. കപ്പൽ ചാലിലൂടെയുള്ള യാത്രയും രസകരമാണ്. 38 കോടി രൂപ ചെലവിലാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകൾ പൂർത്തിയാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടെർമിനലുകൾ നാടിന് സമർപ്പിച്ചു. അടുത്തതായി വില്ലിംഗ്ടൺ ഐലൻഡിന്റെ സമർപ്പണമാണ്. മട്ടാഞ്ചേരിയിലെയും വെല്ലിംഗ്ടൺ ഐലൻഡിലെയും ടെർമിനലുകൾ നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ. മട്ടാഞ്ചേരി ടെർമിനൽ 30 കോടി രൂപ ചെലവിലും വെല്ലിംഗ്ടൺ ടെർമിനൽ 8 കോടി രൂപ ചെലവിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്രതിദിനം 1000-ലധികം യാത്രക്കാരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമല്ല, ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയുമൊക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ
പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുകയാണ്. അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും. ആഗോള നിലവാരമുള്ള ജലഗതാഗത സംവിധാനമാണ് നാം ഒരുക്കിയിട്ടുള്ളത്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഒരു പുതിയ പാത കൂടിയാണ് തുറക്കപ്പെടുന്നത്. മട്ടാഞ്ചേരിയും അതോടൊപ്പം തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡും കൂടി ചേർത്തുകൊണ്ടാണ് ഈ പുതിയ പാത വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈക്കോടതി കവലയിൽ നിന്ന് ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് മട്ടാഞ്ചേരിയിലേക്ക് ഇവിടേക്ക് എത്താൻ പറ്റും. സാധാരണഗതിയിൽ കൊച്ചിയിലേക്ക് ഇവിടേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെ ഉണ്ടാകും. നമ്മൾ കാണുന്ന വാട്ടർ മെട്രോ അത് മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് അതിൽ സഞ്ചരിക്കുന്നത്. അത് ഇവിടെ നിന്ന് മട്ടാഞ്ചേരിയിൽ ഉദ്ഘാടന ശേഷം അവർ ഇവിടേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവിടേക്ക് അതിൻ്റെ ഒരു ഉദ്ഘാടന പാത കൂടി അതിൻ്റെ ഇത് പൂർത്തിയാക്കുന്നു എന്നതാണ്. 2 ടെർമിനലുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒന്ന് മട്ടാഞ്ചേരിയിലും അതോടൊപ്പം തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡിലുമാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. 38 കോടി രൂപ ചെലവിലാണ് ടെർമിനലുകൾ നടന്നിരിക്കുന്നത്. 8000 സ്ക്വയർ ഫീറ്റിലാണ് മട്ടാഞ്ചേരിയിലെ ടെർമിനൽ, 3000 സ്ക്വയർ ഫീറ്റിലാണ് വെല്ലിംഗ്ടൺ ഐലൻഡിലെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ടെർമിനലും വരുന്നത്. വലിയ രീതിയിൽ പശ്ചിമ കൊച്ചി മേഖലയിലുള്ളവരുടെ വലിയൊരു വിഷയമെന്ന് പറയുന്നത് യാത്രാ ദുരിതം തന്നെയാണ്. അത് സ്വാഭാവികമായും അവർ ഈ പാലങ്ങൾ വഴി ചുറ്റി നഗരത്തിലേക്ക് എത്തുമ്പോൾ വലിയ സമയം, യാത്രാക്ലേശം ഇതെല്ലാം തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ ഇതിന് വലിയൊരളവ് വരെ പരിഹാരമാവുകയാണ് വാട്ടർ മെട്രോയുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. 12 ടെർമിനലടക്കം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് പുതിയ വാട്ടർ സർക്യൂട്ടുകളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് ഒരു പുതിയ പാത, വാട്ടർ സർക്യൂട്ട് പാത ഇടയ്ക്ക് തന്നെ പുറത്ത് വരികയാണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ പുതിയ വാട്ടർ മെട്രോ അടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. പുതിയ 2 ടെർമിനൽ കൂടി പൂർത്തിയാകുമ്പോൾ അത് പൂർണ്ണ സജ്ജമാകുന്നു എന്നതാണ്. എന്തായാലും 2 ടെർമിനലുകളുടെ പൂർത്തീകരണം വന്നിരിക്കുന്നു. അത് എല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വലിയ യാത്രാ ദുരിതം ടൂറിസത്തിന് മാത്രമല്ല തദ്ദേശീയരായവർക്ക് കൂടി ഇത് വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. തളിപ്പറമ്പ് തീപിടുത്തത്തിൽ 5 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് RDOയുടെ റിപ്പോർട്ട്. 32 കടയുടമകളെ തീപിടുത്തം ബാധിച്ചു. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഷാലിമാർ സ്റ്റോഴ്സിനാണെന്നും RDOയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കെട്ടിടങ്ങൾക്കുണ്ടായ നഷ്ടം കണക്കാക്കാനായി തളിപ്പറമ്പ് നഗരസഭയെ ചുമതലപ്പെടുത്തി. ഹാൾ സിനിമയുടെ സെൻസർ വിഭാഗത്തിൽ സെൻസർ ബോർഡിന്റെ ഇടപെടലിൽ ആശങ്കയുണ്ടെന്ന് ഫിഫ്ക പ്രസിഡന്റ് സിബി മലയിൽ ന്യൂസ് 18നോട്. സെൻസർ ബോർഡിന്റേത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ബാലിശമായ ഇടപെടലാണ് ഉണ്ടാകുന്നതെന്നും സിബി മലയിൽ വിമർശിച്ചു. കേന്ദ്ര സെൻസർ ബോർഡിന്റെ കടും വെട്ടിന് ഏറ്റവും ഒടുവിൽ ഇരയായിരിക്കുന്നത് മലയാളത്തിലെ ഷൈൻഡികം നായകനായിട്ടുള്ള ഹാൽ എന്ന ചിത്രത്തിനാണ്. ഇത് മലയാളത്തിലെ സിനിമാ പ്രവർത്തകരടക്കം വലിയ പ്രതിഷേധം തന്നെയാണ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം സംവിധായകനും ഫെഫ്ക പ്രസിഡന്റുമായ സിബി മലയിൽ ചേരുന്നുണ്ട്. സാർ, ഇത് ആദ്യത്തെ സംഭവമല്ല. എമ്പുരാനിൽ തുടങ്ങി, പിന്നീട് JSK നമ്മൾ കണ്ടു, ഹാല് വന്നു. ഈ സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള അനാവശ്യ ഇടപെടൽ എത്രമാത്രം ബുദ്ധിമുട്ടാണ് സിനിമാ പ്രവർത്തകർക്ക് ഉണ്ടാക്കുന്നത്? ഇത് ആവർത്തിച്ച് തന്നെ മലയാള സിനിമയിടയ്ക്കേറെയാണ് ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ വിലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. കാരണം ഒരു ചലച്ചിത്ര പ്രവർത്തനം എന്ന നിലയിൽ നമ്മളെല്ലാവരെയും ഒരു ഭയപ്പാടോടുകൂടി ഇനി നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ടത്. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഹാലിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത് ഇതിലുപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ ചില നാമങ്ങൾ, ബീഫ് ബിരിയാണി കഴിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ എന്താണ് സംഘം കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരു വാക്ക് മാറ്റണം, ഹോളി ഫാമിലി എന്ന് പറയുന്ന ബസ്സിൻ്റെ പേര് മാറ്റും. ഇതൊക്കെ ഇങ്ങനെ വളരെ ബാലിശമെന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിസ്സാരമായിട്ടുള്ള നമ്മൾ കേരളീയ സമൂഹം പൊതുവെ ജീവിച്ചു പോരുന്നൊരു സാധാരണ സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങളെയാണ് ഇതിനകത്തേക്ക് അതിനെതിരെയാണ് അവരുടെ നിലപാടുകൾ വന്നിരുന്നത്. പ്രത്യേകിച്ചും ഈ നമ്മുടെ ഭക്ഷണ രീതികളെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ അതിനെയൊക്കെ ഭീഷണി ഉയർത്തുന്ന രീതിയിലുള്ള നിലപാടുകൾ വരുന്നു. അതുപോലെ പേരുകൾ, ഇപ്പോൾ ഹോളി ഫാമിലി എന്ന് പറയുന്നത് വിശുദ്ധ കുടുംബം അല്ലെങ്കിൽ തിരുക്കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു സാധാരണയായിട്ട് ആ പേരിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്.
അപ്പോൾ അതിൻ്റെയൊക്കെ പേരെടുത്ത് മാറ്റാൻ പറയും ഇനി ഭാവിയിൽ. ഒരു ബിഷപ്പ് ഹൗസിൻ്റെ പേര് കാണിക്കുമ്പോൾ ഇവിടെ എത്രയോ ബിഷപ്പ് ഹൗസുകളുണ്ട്, അല്ലെങ്കിൽ എത്രയോ മതസ്ഥാപനങ്ങൾ മേലധ്യക്ഷന്മാരുടെ സ്ഥാനങ്ങളുണ്ട്. അതൊക്കെ സിനിമയിൽ എത്രയോ പ്രാവശ്യം കാണിച്ചിരിക്കുന്നു. ഒരു ഈ ബോർഡ് അത്തരത്തിൽ സിനിമയുടെ ഒരു സർട്ടിഫിക്കേഷൻ നൽകുക എന്ന് മാത്രമാണ്. അതിനെ സെൻസർ ചെയ്ത് അല്ലെ കട്ട് ചെയ്ത് മാറ്റുക എന്നൊക്കെ പറയുന്ന അസാധാരണമായ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇത് ഏത് സിനിമയുമായിട്ട് ചെന്നാലും ഇപ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ നമ്മളിനിയിപ്പം സിനിമ നിർമ്മിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ആശങ്കയോടെ തന്നെ പേരുകൾ ഇടുന്നതിന്, സിനിമയുടെ പേര്, കഥാപാത്രങ്ങളുടെ പേരുകൾ, അല്ലെങ്കിൽ നമ്മൾ ആ സിനിമയിൽ കാണിക്കാൻ പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ബോർഡുകളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അത് ഒട്ടും ആശ്വാസകരമായ കാര്യമില്ല. നമുക്കിനി ഭാവിയിൽ സിനിമ തന്നെ ഇവിടെ സാധ്യമാകുമോ, സ്വതന്ത്രമായൊരു സിനിമ എടുക്കാൻ സാധ്യമാകുമോ എന്നുള്ള ആശങ്ക വരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. എന്നാലും സംവിധായകൻ സിബി മലയിൽ പറഞ്ഞതുപോലെ വലിയ ആശങ്ക തന്നെയാണ്. ഒരു സിനിമ എങ്ങനെ പുറത്തിറക്കും, അത് സെൻസർ ബോർഡ് ഏത് വിധത്തിലാണ് അതിലെ ഭാഗങ്ങൾ മാറ്റാൻ പറയുക എന്നൊരു ആശങ്ക തന്നെയാണ് സിനിമാ പ്രവർത്തകർക്കും ഒപ്പം സിനിമകൾ കാത്തിരിക്കുന്ന പ്രേക്ഷകരും അതേ ആശങ്കയിൽ തന്നെയാണ്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. തന്റെ സിനിമയ്ക്ക് സെൻസറിംഗ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നുവെന്ന് നായിക മീനാക്ഷി കുറുപ്പ്. പ്രൈവറ്റ് എന്ന ചിത്രത്തിന് നേരിടേണ്ടി വന്നത് 9 വെട്ടുകളാണ്. റിലീസ് മാസങ്ങളോളം വൈകാൻ കാരണം സെൻസറിംഗിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാണെന്നും മീനാക്ഷി പറഞ്ഞു. ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും മീനാക്ഷി ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇതിന്റെ കണ്ടന്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് സെൻസറിങ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ പല സീൻസും ഇപ്പം അതിൽ വന്നിരിക്കുന്ന ഒഴിവാക്കാൻ പറ്റാത്ത സീനുകളിൽ മ്യൂട്ടും ഒക്കെയാണ് ഇപ്പൊ പ്രൈവറ്റിലുള്ളത്. അപ്പോ അത് നമുക്ക് കൺവേ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ അത് എഡിറ്റിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയ വളരെ മിനിമൽ ആയിട്ടുള്ള വേർഡ്സ് പോലും ഇതിൽ മ്യൂട്ടും പിന്നെ സീൻ കട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്, പ്രൈവറ്റിലും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മള് ഷെയ്ൻ ചേട്ടന്റെ മൂവിനെ പറ്റി പറഞ്ഞ പോലെയൊക്കെ തന്നെ നമ്മളുടെ മൂവി മാത്രമല്ല ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നത്. ഇപ്പം വന്ന ഒരുപാട് സിനിമകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രൈവറ്റും കോർട്ടിലൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ഓഗസ്റ്റിലേക്കായിരുന്നു ഇതിന്റെ റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പ്രൊമോഷൻ ഒരു പരിധി വരെ അതോടും കൂടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം അപ്പത്തേക്ക് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളെല്ലാരും പോസ്റ്ററും കാര്യങ്ങളും എല്ലാം ഈ ഓഗസ്റ്റിലേക്കാണ് ചെയ്തിരുന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ, പ്രതീക്ഷിക്കാതെ ഒരു ഇഷ്യൂ വന്നപ്പോ അങ്ങനെ അത്ര വലിയ സംഭവം നമ്മളും പ്രതീക്ഷിച്ചില്ല. ഇതിനിങ്ങനെ സെൻസറിങ് വരുന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് വന്നപ്പോ ഡേറ്റ് മാറ്റേണ്ടി വന്നു. മൊത്തത്തിൽ ആദ്യം മുതൽ നമ്മൾ പിന്നെയും ഒരു റീ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വന്നല്ലോ. അപ്പൊ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമായിരുന്നു. ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിക്ക് 30 ആണ്ട്. 1995 ഒക്ടോബർ 11 പുലർച്ചെയായിരുന്നു സ്വാമിമാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശിവഗിരിയിൽ പോലീസ് കയറിയത്. ഹൈക്കോടതി വിധി നടപ്പിലാക്കാനായിരുന്നു പോലീസിന്റെ ഇടപെടൽ. വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 11 ശിവഗിരി ഞെട്ടി ഉണർന്നത് പോലീസ് ബൂട്ടിന്റെ ശബ്ദം കേട്ടാണ്. ശിവഗിരി കുന്നു കയറിയെത്തിയ പോലീസുകാർ സ്വാമിമാർ ഉൾപ്പെടെയുള്ള ശ്രീനാരായണ ഭക്തരെ വളഞ്ഞിട്ടടിച്ചു. സ്വാമിമാരുടെ സഹായത്തിനെന്ന പേരിൽ കയറിക്കൂടിയവരും യുവജനവേദി പ്രവർത്തകരും പോലീസിനെയും ആക്രമിച്ചു. ലോകത്തിന് സമാധാന സന്ദേശം പകർന്ന ഗുരുവിന്റെ സമാധി സ്ഥലം അങ്ങനെ കലാപഭൂമിയായി. മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വലിയ വിമർശനമുയർന്നു. എതിർപക്ഷത്തു നിന്ന് മാത്രമായിരുന്നില്ല വിമർശനങ്ങൾ. കോൺഗ്രസിനുള്ളിലും ആന്റണിക്കെതിരെ പടയൊരുക്കം തുടങ്ങി. ശിവഗിരിയിലെ സ്വാമിമാർ തമ്മിലുള്ള അധികാര തർക്കങ്ങളും തമ്മിലടിയുമായിരുന്നു പോലീസ് നടപടിയിൽ കലാശിച്ചത്. അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് UDF ആയിരുന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ തകർച്ചയുണ്ടായി. അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ
ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആന്റണി സർക്കാരിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നതായിരുന്നില്ല കമ്മീഷൻ റിപ്പോർട്ട്. എങ്കിലും സർക്കാരിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനയുണ്ടാക്കിയ സംഭവങ്ങളിലൊന്നായാണ് ശിവഗിരിയിലെ പോലീസ് നടപടിയെ AK ആന്റണി അടുത്തിടെ വിശേഷിപ്പിച്ചത്. ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ ഒരു കാര്യം നടന്നു. ശിവഗിരിയിൽ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. ആന്റണിയുടെ പരാമർശത്തോടെയാണ് ശിവഗിരിയിലെ പോലീസ് നടപടി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. സർക്കാർ നടപടിയെ ന്യായീകരിച്ചും എതിർത്തും പ്രതികരണങ്ങൾ വന്നു. 90കളിലേതിന് സമാനമായി ശിവഗിരിയിലെ സ്വാമിമാരിൽ നിന്നും വേറിട്ട ശബ്ദങ്ങൾ ഇപ്പോഴും ഉയർന്നു. 3 പതിറ്റാണ്ടിനിപ്പുറവും ശിവഗിരിയിൽ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെന്ന് വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. ബീഹാറിൽ NDA സീറ്റ് ധാരണയിലേക്ക്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. JDU 102 സീറ്റിലും BJP 101 സീറ്റിലും മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 26 സീറ്റ് വരെ കിട്ടും. HIMന് 7-ഉം RLMന് 6-ഉം സീറ്റ് കിട്ടും. ഇതിനിടെ സീറ്റ് വിഭജന ചർച്ച അവസാനിച്ചിട്ടില്ലെന്ന പ്രതികരണവുമായി RLM നേതാവ് ഉപേന്ദ്ര കുശ്വാഹ രംഗത്ത് വന്നു. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ BJPയുടെ കോർ കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ സന്ദർശിക്കുന്ന അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ ഡൽഹിയിലെ വാർത്താസമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സെൻട്രൽ ഡൽഹിയിലെ അഫ്ഗാൻ എംബസി പരിസരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത്. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഇന്ത്യയിൽ തന്നെ വിലക്ക് നേരിടേണ്ടി വന്നു എന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കാൻ താലിബാനെ അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. സ്വന്തം മണ്ണിൽ നിബന്ധനകൾ വയ്ക്കാനും വിവേചനപരമായ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനും താലിബാന് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിനായി 17 മാധ്യമ സ്ഥാപനങ്ങളെ ക്ഷണിച്ചിരുന്നു. എന്നാൽ അവയെല്ലാം പുരുഷ മാധ്യമ പ്രവർത്തകർക്കായിരുന്നു. എംബസിയുടെ ഗേറ്റിന് പുറത്ത് 2 വനിതാ മാധ്യമ പ്രവർത്തകർ കാത്തുനിന്നെങ്കിലും അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. കസേരകൾ ഉണ്ടായിരുന്നിട്ടും എല്ലാ സീറ്റുകളും നിറഞ്ഞെന്ന മറുപടിയാണ് മാധ്യമ പ്രവർത്തകർക്ക് ലഭിച്ചത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ ഭരണത്തിലുള്ള താലിബാൻ സ്ത്രീവിരുദ്ധ നയങ്ങൾക്ക് പേരുകേട്ടതാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്നതിന്റെ പേരിൽ നിരവധി ആഭ്യന്തര പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ രാജ്യത്തെ സ്ത്രീ വിവേചനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, പൊതുജീവിതം എന്നിവയിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തുന്ന നയങ്ങൾ എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നും താലിബാനോട് UN ആവശ്യപ്പെട്ടിരുന്നു. 2021 അഫ്ഗാനിസ്ഥാനിലെ സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത ശേഷം ഒരു താലിബാൻ മന്ത്രി നടത്തുന്ന ആദ്യ ഇന്ത്യൻ സന്ദർശനമാണ് മുത്തഖിയുടേത്. കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി വ്യാപാരം, മാനുഷിക സഹായം, സുരക്ഷാ സഹകരണം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,390, പവന് 91,120. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,420, പവന് 75,360. വെള്ളി ഗ്രാമിന് 184, കിലോയ്ക്ക് 1,84,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.
സ്പോട്ട് ലൈവ് കാണാം. ടോം ചേരും.